ഫെബ്രുവരി 5-നാണ് ഡൽഹി തെരഞ്ഞെടുപ്പ് ചൂട് അതിൻ്റെ മാക്സിമത്തിലെത്തിയിരിക്കുന്നു. സ്വാഭാവികമാണ്, തെരഞ്ഞെടുപ്പ് തീയതി അടുക്കുന്തോറും ചൂട് കൂടി വരും. ബട്ട് ഏറ്റം വന്നാൽ ഇത്ര വരാമോ എന്ന് കുഞ്ചൻ നമ്പ്യാർ ചോദിച്ച പോലെ വല്ലാതെ ചൂടായി ഡൽഹി തെരഞ്ഞെടുപ്പ്. കേജ്രിവാളിൻ്റെ ബാലൻസ് തെറ്റി. കേജ്രിവാൾ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചു, ഡൽഹിയിലെ വെള്ളത്തിൽ ഹരിയാന വിഷം കലർത്തി ആൾക്കാരെ കൊല്ലാൻ നോക്കുന്നു. ഇത്ര വലിയ ഒരു പ്രശ്നമുണ്ട്. കുടിവെള്ളത്തിൽ വിഷം കലർത്തി എന്ന് പറഞ്ഞാൽ അതും മറ്റൊരു സംസ്ഥാനം, ഒരാളെന്നോ അല്ലെങ്കിൽ BJP-ക്കാരെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ ആരോപണം. ഇത് അങ്ങനെയല്ല. ഹരിയാന സംസ്ഥാനം യമുനാ നദിയിൽ, ഡൽഹിയിലേക്ക് വരുന്ന യമുനാ നദിയിൽ വിഷം കലർത്തി. ഇതാണ് ആരോപണം. വിഷം കലർത്തി ഡൽഹിയിലെ ആൾക്കാരെ കൊല്ലാൻ ശ്രമിക്കുന്നു. എന്നാൽ ആരെങ്കിലും ചത്തോ അതൊട്ടില്ല താൻ. പക്ഷേ ആളുകൾ പരിഭ്രാന്തരായി. നമുക്ക് പറയാൻ പറ്റില്ല, കുടിവെള്ളത്തിൽ വിഷമുണ്ടെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നമുക്കങ്ങ് കുടിക്കാൻ ധൈര്യം തോന്നുന്നില്ല. ഇനി എങ്ങാനും ഉണ്ടെങ്കിലോ അത് പേടിച്ചിട്ട് നമ്മൾ കുടിക്കാതിരിക്കും. ഈ ഒരു അവസ്ഥ കുറേ നേരത്തേക്കെങ്കിലും ഡൽഹിയിലുണ്ടായി. ഇപ്പം ഡൽഹി ജൽ ബോർഡ്, അത് കേജ്രിവാളിൻ്റെ കീഴിൽ തന്നെ ഉള്ളതാണ്. അതിൻ്റെ ഡയറക്ടർ വന്നിട്ട് പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് നടത്തി, ഇങ്ങനെ ഒരു പ്രശ്നവും ഡൽഹിയിലെ കുടിവെള്ളത്തിനില്ല. അവർ കൃത്യമായിട്ട് പറഞ്ഞു, ഈ തണുപ്പ് കാലത്ത് യമുനയിൽ അമോണിയയുടെ കണ്ടൻറ്റ് അല്പം കൂടുതലായിരിക്കും വെള്ളത്തിൻ്റെ അളവ് താഴുമ്പോൾ. ഇത് വർഷാവർഷമുള്ള ഒരു പ്രതിഭാസമാണ്. അത് നമ്മൾ വാട്ടർ ട്രീറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വിടുകയാണ് പതിവ്. ഇനി അതല്പം കൂടിപ്പോയാലും കുഴപ്പമൊന്നും വരാനില്ല. ഏതായാലും ആകെക്കൂടെ ഇതാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന പ്രതീക്ഷിച്ച കാര്യം സംഭവിച്ചു. അതിനുള്ള പരിഹാര നടപടികളുണ്ട്. അതിപ്പോൾ നമ്മൾ കേരളത്തിലാണെങ്കിലും വാട്ടർ അതോറിറ്റി ക്ലോറിൻ ചേർക്കുക, അത് ചേർക്കേണ്ട സാധനങ്ങൾ ചേർക്കും. അതൊരു കുഴപ്പമല്ലല്ലോ, വിഷം കലർത്തലുമല്ലല്ലോ. ക്ലോറിൻ അല്പം കൂട്ടും കുറയ്ക്കും, അതൊക്കെ വാട്ടർ അതോറിറ്റിക്കാർക്ക് അറിയാം എന്തൊക്കെ ചെയ്യണമെന്ന്. പമ്പിങ് സ്റ്റേഷനിലും അത് കഴിഞ്ഞുള്ള പ്രോസസ്സിങ്ങിലുമല്ല. ഇതല്ലാതെ വേറെ ഒന്നും സംഭവിച്ചില്ല എന്ന് ഡൽഹി ജൽ ബോർഡ് ഉറപ്പ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് മനുഷ്യർക്ക് ശ്വാസം നിന്നത്. അപ്പോൾ അമിത്ഷാ അദ്ദേഹത്തിൻ്റെ റാലിയിൽ പറഞ്ഞു, മിസ്റ്റർ കേജ്രിവാൾ, തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോക്കും, രണ്ടും സംഭവിക്കാം. പക്ഷേ അത് നമ്മൾ അന്യോന്യം ആരോപണമൊക്കെ ഉന്നയിക്കും, അതും ശരിയാണ്. പക്ഷേ ഇത് നിങ്ങൾ ചെയ്തത് ശരിയായോ? കുടിവെള്ളത്തിൽ വിഷം കലർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡൽഹി ജൽ ബോർഡ് വന്ന് അത് ക്ലിയർ ചെയ്താൽ പോലും ആളുകളുടെ ഉള്ളിൽ പിന്നെ ഒരു സംശയം ബാക്കി നിൽക്കും. നാളെ ഒരു 150 പേർക്കൊരു വയറിളക്കം വന്നു എന്ന് വെച്ചോ, എല്ലാവരും വെള്ളത്തെ സംശയിക്കും. ഈ വെള്ളത്തിൽ വിഷം എന്ന് പറയുന്നത് മനുഷ്യരുടെ മനസ്സിൽ വിഷം കലർത്തുക എന്നാണ് അതിനർത്ഥം. ഒരു കാലത്തും തീരാത്ത സംശയം മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവും. ഇനി വെള്ളത്തിൽ നിന്നായിരിക്കുമോ, ഇങ്ങനെ ഏത് അസുഖം വന്നാലും വെള്ളത്തെ കുറ്റം പറയുന്ന ഒരു രീതി വരും. കാരണം പറഞ്ഞത് മുഖ്യമന്ത്രിയായിരുന്ന, പിന്നെ സ്വയം രാജിവെച്ച, ഏത് കേസിൽപ്പെട്ട എന്തു ആയിക്കോട്ടെ, ബട്ട് പറഞ്ഞത് ഉത്തരവാദിത്തമുള്ള ഒരു മനുഷ്യനാണല്ലോ. അങ്ങേര് ഇതുവരെ അത് പിൻവലിച്ചിട്ടുമില്ല. കാരണം കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ്. കേജ്രിവാൾ 2015 67 സീറ്റ് വാങ്ങി ജയിച്ചു. 70-ൽ 67 സീറ്റ്. 2020 കഴിഞ്ഞപ്പോൾ 70-ൽ 62. എന്തൊരു ഭൂരിപക്ഷമാണെന്ന് ആലോചിച്ച് നോക്കിയേ. അന്നൊക്കെ കേജ്രിവാൾ ഞാൻ മലമറിക്കും എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ ഓരോ അവസരം കൊടുത്തു. ശരി, നിങ്ങൾ മലമറിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്ത അവസരമാണ്. ബട്ട് 2020-ൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെയാണ് ഇങ്ങനെ ഈ ഏടാകൂടങ്ങൾ മുഴുവൻ. ഈ ശീഷ് മഹൽ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട് 45 കോടി മുടക്കി പുതുക്കി പണിഞ്ഞ് വലിയ കൊട്ടാരം പോലെയാക്കി. 45 കോടി. സ്വർണം പോലത്തെ ടോയ്ലറ്റ് എന്ന് പറയുന്നു. സ്വർണം കൊണ്ടാണോ അതോ ഇനി വേറെ എന്തെങ്കിലും ആണോ എന്ന് പറഞ്ഞു. ഏതായാലും കണ്ടാൽ സ്വർണം പോലെ അങ്ങനത്തെ ടോയ്ലറ്റുമൊക്കെ. അപ്പോൾ ഇതിൽ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ട് വന്നു. അവർ പറഞ്ഞു എസ്റ്റിമേറ്റഡ് 30 crores ഇതിന് മുടക്കിയിട്ടുണ്ട്, 30 കോടി മുടക്കിയിട്ടുണ്ട്.
8 കോടിയാണ് സാങ്ഷൻ്റെ എമൗണ്ട്. 8 കോടിയുടെ വീട് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ 8 കോടിയുടെ വീട് കിട്ടിക്കഴിഞ്ഞാൽ സുഭിക്ഷം അല്ലേ? 8 കോടിയുടെ വീടെന്നൊക്കെ പറഞ്ഞാൽ സങ്കല്പിച്ച് നോക്കി. അത്രയും സാങ്ഷൻ ചെയ്തിട്ട് അതിൽ 30 കോടി മുടക്കി എന്ന് CAG പറയുന്നു. നാട്ടുകാർ പറയുന്നത് 45 കോടിയെങ്കിലും ആയിട്ടുണ്ടെന്ന്. എന്തും ആയിക്കോട്ടെ, 30 കോടിയെങ്കിലും മുടക്കിയല്ലോ. എന്തിനായിരുന്നു ഈ കൊട്ടാരം പണി? ഇങ്ങനെ ചെറിയൊരു വാഗണാർ കാറിൽ വന്നിറങ്ങുന്ന നിങ്ങൾക്ക് ഓർമ്മയില്ലേ? സത്യസന്ധനും നല്ലവനും നേരുള്ളവനും ഒക്കെ ആയ കേജ്രിവാൾ. ഇടയ്ക്ക് പുള്ളിക്ക് ചുമ വരുമായിരുന്നു, അതുകൊണ്ട് മഫ്ലറൊക്കെ ഇങ്ങനെ ചുറ്റി നടക്കുമായിരുന്നു ചെറുക്കൻ. ഇപ്പോൾ പുള്ളി 30 കോടിയുടെ വീട്ടിലാണ് താമസം. 100 കോടി രൂപയാണ് അഴിമതി തെളിഞ്ഞിരിക്കുന്നത് മദ്യനയ കേസിൽ. ആകെക്കൂടെ പ്രശ്നത്തിലാണ്. ആരോപണങ്ങൾക്ക് പിന്നാലെ ആരോപണങ്ങൾ, അന്തഛിദ്രങ്ങൾ. ആ സ്വാതി മലിവാൽ എന്ന് പറഞ്ഞ സ്ത്രീയെ ഇങ്ങേരുടെ വീട്ടിലിട്ട് തല്ലി അവശ്യ നിലയിലാക്കി ഇങ്ങേരുടെ പ്രൈവറ്റ് സെക്രട്ടറി. അയാൾ ജയിലിൽ പോയി. എന്തെല്ലാം പ്രശ്നങ്ങൾ. ഇപ്പോൾ ഈ നല്ല മനുഷ്യൻ വഷളായി കഴിയുമ്പോൾ, പാല് പിരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നാറ്റം കൊണ്ട് വീട്ടിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല അല്ലേ? പാല് നല്ലൊരു സാധനമാണ്, പക്ഷേ അത് ചീത്തയായി കഴിഞ്ഞാൽ ആ പ്രദേശത്ത് നിൽക്കാൻ പറ്റില്ല മനുഷ്യന്. ഇതുപോലെയാണ് മനുഷ്യനും. മനുഷ്യൻ നല്ലൊരു ജീവിയാണ്, പക്ഷേ മനുഷ്യൻ ചീയുന്ന ഗന്ധമുണ്ടല്ലോ, ശവം ചീഞ്ഞാനുള്ള ഗന്ധം സഹിക്കാൻ പറ്റില്ല. പട്ടിയോ കുച്ചിയോ ഒക്കെ ചത്തുകിടന്ന് നമ്മൾ ഭയങ്കര നാറ്റം എന്നൊക്കെ പറയുമെങ്കിലും അതിൻ്റെയൊക്കെ 100 ഇരട്ടി നാറ്റമാണ് മനുഷ്യ ശരീരം ചീഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നല്ല സാധനങ്ങൾ ചീത്തയാകുമ്പോൾ അസാമാന്യമായിട്ട് കെട്ടുപോകും. ഇയാൾ ഒരു ഫേക്കാണെന്ന് തുടക്കം മുതലേ ആൾക്കാർ പറഞ്ഞിരുന്നു. ആ വൃദ്ധനായ അണ്ണാ ഹസാരെയെ ഡൽഹിയിൽ കൊണ്ടുവന്ന് സമരം ചെയ്യിച്ചിട്ട് ആ മനുഷ്യൻ്റെ ലേബലിൽ ഇയാൾ ഡൽഹി ഇളക്കി മറിച്ച് ഇയാളെ വിശ്വസിച്ച് ഒരുപാട് ചെറുപ്പക്കാരുമൊക്കെ ഇറങ്ങി എന്തെല്ലാം ചെയ്തു ഒടുവിൽ അധികാരത്തിൽ വന്നു. ഇപ്പോൾ ഈ പരുവമായി. ഇപ്പോൾ 30 കോടി രൂപയുടെ വീട് വേണം താമസിക്കാൻ. അങ്ങനെ പല രീതിയിൽ പല കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനിടയ്ക്ക് താൻ ഹിന്ദുവും കൂടെയാണ്, ഹിന്ദു വോട്ട് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് കേജ്രിവാൾ വല്ല കാര്യമുണ്ടോ? അറിഞ്ഞുകൂടാത്ത കാര്യം മിണ്ടാതിരിക്കണ്ടേ? കേജ്രിവാൾ ഒരു പ്രസംഗം നടത്തി, രാമായണത്തെ പറ്റിയൊരു പ്രഭാഷണം. കേജ്രിവാളിൻ്റെ രാമായണ കഥയിൽ രാവണനാണ് നമ്മളുടെ സ്വർണ്ണമാനായിട്ട് വരുന്നത്. ആക്ച്വലി രാമായണത്തിൽ മാരീചനാണല്ലോ വരുന്നത്. ഇത് തെറ്റിപ്പോയി. കേജ്രിവാളിന് അറിഞ്ഞുകൂടാ, ആരോ പറഞ്ഞു കൊടുത്തതോ എന്തോ വെച്ചിട്ടങ്ങ് തട്ടിവിട്ടതാണ്. അതോടെ കേജ്രിവാൾ ഒരു കോമാളിയായിട്ട് മാറി. എന്നാൽ അതൊരു അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞ് തിരുത്തണ്ടേ? രാവണനല്ല, മാരീചനാണ് വന്നത്. നമുക്ക് എത്രയോ വർഷമായിട്ട് നമുക്കറിയാവുന്നതാണ്. ഇത് തെറ്റിച്ച് പറഞ്ഞിട്ടും ഒരു ചളിപ്പുമില്ലാതെ ഈ കട്ടിട്ടും കള്ളൻ മുമ്പോട്ട് എന്നുള്ള മട്ടിലാണ് ആശാൻ്റെ പോക്ക്. ഇത്തവണ BJP ഡൽഹി പിടിക്കും എന്നാണ് BJP അവകാശപ്പെടുന്നത്. BJPയുടെ പ്രത്യേകത 1998 ശേഷം പച്ച തൊട്ടിട്ടില്ല ഡൽഹിയിൽ. ഇന്ന് വരെ ഡൽഹി അസംബ്ലി പിടിക്കാൻ BJPക്ക് സാധിച്ചിട്ടില്ല. കുറേ കാലം ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ അവരുടെ കയ്യിലിരുന്നു. കഴിഞ്ഞ ഒരു 2.5 വർഷമായി അതും കേജ്രിവാളിൻ്റെ കയ്യിലാണ്. ഇപ്പോൾ കേജ്രിവാളിന് പറ്റാത്ത സംഗതി എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പുള്ളിക്ക് കോർപ്പറേഷൻ്റെ തലയിൽ കുറേ കുറ്റങ്ങൾ ഇടാമായിരുന്നു. ഇപ്പോൾ അതൊന്നും രക്ഷയില്ല. കോർപ്പറേഷൻ ഭരിക്കുന്നതും ആം ആദ്മി പാർട്ടി, അസംബ്ലി ഭരിക്കുന്നതും ആം ആദ്മി പാർട്ടി. പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ മുഴുവൻ ഉത്തരവാദിത്വങ്ങളും സകല പോരായ്മകളുടെയും കൊള്ളരുതായ്മകളുടെയും ഉത്തരവാദിത്വം കേജ്രിവാളിന് തലയിൽ വരുന്നു. BJP ആണെങ്കിലോ 70 സീറ്റുണ്ട്, പക്ഷേ 54 സീറ്റിലാണ് BJP കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. 16 സീറ്റ് മത്സരിക്കാൻ ആളില്ലാഞ്ഞിട്ടല്ല, മത്സരമൊക്കെ നടക്കുന്നുണ്ട്. ബട്ട് ഞാൻ അറിഞ്ഞിടത്തോളം, ഞാൻ സ്മെല്ല് ചെയ്തെടുത്തോളം 54 സീറ്റുകളിലാണ് BJP കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിലൊരു 45-48 സീറ്റ് കിട്ടും എന്ന് BJP പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ BJPക്ക് അതൊരു അട്ടിമറി വിജയമായിരിക്കും. കാരണം BJPയുടെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വലിയൊരു മുഖക്കുരുവായിട്ട് ഈ ഡൽഹി നിൽക്കുന്നു ഇല്ലേ? ഭൂലോകം മുഴുവൻ BJP കീഴടക്കുന്നു. പക്ഷേ മൂക്കിന് താഴെ ഡൽഹി സംസ്ഥാനം അരവിന്ദ് കേജ്രിവാൾ എന്നുള്ള അലമ്പൻ്റെ കയ്യിലിരിക്കുന്നു. അതൊരു സുഖമുള്ള ഏർപ്പാടല്ല. ഏതായാലും ഇത്തവണ 15 റാലിയാണ് യോഗി ആദിത്യനാഥ് നടത്തിയത്. അതായിരുന്നു ഏറ്റവും വലിയ ഏറ്റുമുട്ടൽ കേജ്രിവാളും യോഗിയും തമ്മിൽ. കാരണം UP ഡൽഹിയിലേക്ക് അങ്ങ് കയറിക്കിടക്കുകയല്ലേ. ഇപ്പം നോയിഡ ശരിക്കും ഉത്തർപ്രദേശാണ്, ഡൽഹിയല്ല.
അപ്പോൾ യോഗി കമ്പയർ ചെയ്തിട്ട് പറഞ്ഞു, എടോ കേജ്രിവാളെ, താനൊരു വണ്ടി എടുത്തിട്ട് എൻ്റെ കൂടെ വാ. നോയിഡയിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ കറണ്ട് കട്ടില്ല, അവിടെ റോഡെല്ലാം നല്ലതാണ്, റോഡിൽ ചവറില്ല, ഈ കാര്യമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഡൽഹി ലിമിറ്റ് കഴിയുന്നതും തനിക്കിത് കാണാൻ പറ്റും. കേജ്രിവാൾ കുടുങ്ങി. ഈ യോഗി പറയുന്നത് സത്യമാണ്. ഡൽഹിയിൽ നിന്ന് നല്ലൊരു ശതമാനം ആൾക്കാർ നോയിഡ വഴി പതുക്കെ യു പിയിലേക്ക് താമസം മാറ്റിക്കൊണ്ടിരിക്കുക, ഡൽഹിയിൽ ജീവിക്കാൻ നിർവാഹമില്ലാതെ. അപ്പോൾ ഡൽഹിയിൽ ഈ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നു, അതിൻ്റെ ഉത്തരവാദി ആരാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു അത് താൻ തന്നെയാണ്, പഞ്ചാബാണ് അതിന് ഉത്തരവാദി. പഞ്ചാബിൽ ഈ വേസ്റ്റെല്ലാം കൂടെ കത്തിച്ചിട്ടാണ് ഡൽഹിയിൽ അതിൻ്റെ പുക വരുന്നതും പ്രശ്നമെന്നൊക്കെ പറഞ്ഞു. പഞ്ചാബ് ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയല്ലേ, ഇതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഒന്നിനും സമാധാനമില്ലാതെ സകല പ്രശ്നങ്ങളിലെയും ഉത്തരവാദിത്തത്തിൽപ്പെട്ട് നിൽക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. എന്നാലും ചിലപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജയിച്ചു വന്നു എന്ന് വരും. ആസ് ഓഫ് നൗ ബി ജെ പിക്ക് ഒരു അപ്പർ ഹാൻഡുണ്ട്. പക്ഷേ അതുകൊണ്ട് ബി ജെ പി ജയിക്കും എന്ന് പ്രവചിക്കാൻ എനിക്ക് ഫീഡ്ബാക്ക് തരുന്ന ആൾക്കാർ, ഞാൻ വല്ലവരുടെയും ഫീഡ്ബാക്കിൻ്റെ പുറത്താണ് സംസാരിക്കുന്നത്, അല്ലാതെ എനിക്ക് ജ്യോത്സ്യമൊന്നും അറിയില്ലല്ലോ. അപ്പോൾ എനിക്ക് ഫീഡ്ബാക്ക് തന്നവർ പറയുന്നത് വളരെ ക്ലോസ് ആയിട്ട് ബി ജെ പി എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ 3-4 ദിവസം കൂടെ ഉണ്ടല്ലോ. അവരുടെ പ്രത്യേക ശൈലി, അവരുടെ ഡിസൈനൊക്കെ ഒരുപാടൊക്കെ പറഞ്ഞു ഡൽഹി തെരഞ്ഞെടുപ്പിൽ നടക്കുന്നതൊക്കെ. അതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഒരു അപ്പർ ഹാൻഡ് ഇപ്പോൾ ഉണ്ട്, വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നു. ബി ജെ പിക്ക് എല്ലാ വിജയാശംസകളും. അവർ ജയിച്ചു വരട്ടെ, മുഖത്തെ ആ പാട് ഒന്ന് മാറട്ടെ. താങ്ക് യു.